ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെന്താ ഇവിടെ? നമ്മളിനി ഇവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ മോൻ? അവന്റെ ഭാര്യയില്ലേ, ഭാര്യ വീട്ടുകാരില്ലേ, ആരുമില്ലാത്തത് നമുക്കല്ലേ. സത്യഭാമയുടെ കണ്ണീന്ന് രണ്ടിട്ട് കണ്ണീര് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവര് കരയില്ല. ചങ്കുറപ്പിന്റെ കാര്യത്തിൽ സത്യഭാമ വേറെ ലെവലാ. വരട്ടെ, ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ. എന്നിട്ട് വേണം അടുത്ത അസ്ത്രം ഉപയോഗിക്കാൻ. ഇത്രയും ക്രൂരയാകാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സുസ്മിതേ? പക കനലെരിയുന്ന പോലെ മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന പക. അതിന്റെ ചൂടിലും ചൂരിലും എന്റെ ശത്രുക്കൾ ഇല്ലാതാവണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം. അതിനു വേണ്ടിയുള്ള എന്റെ പരിശ്രമം. ഇതൊക്കെ തന്നെയാ എന്നെ ഇവിടെ വരെ എത്തിച്ചത് രൂപത്തെ. അവിടെ ഞാൻ വാറ്റുചാരായ ഒഴുക്കണമെന്ന് പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും. വ്യഭിചാരശാലയാക്കുന്ന് പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും. പകയുടെ പര്യായമാണ് സുസ്മിത. വെട്ടൊന്ന് മുറി രണ്ട്. സത്യഭാമയെ തകർക്കൂന്ന് പറഞ്ഞു, തകർത്തു. ശാലിനിയെ വീഴ്ത്തുന്ന് പറഞ്ഞു, വീഴ്ത്തി. ഇനി ആര്? സുസ്മിതയുടെ ലിസ്റ്റിൽ കേറിക്കൂടാൻ ഭാഗ്യമുള്ള ആരാ ഇനി ഉള്ളത്? രോഹിത്തെ, നീ എന്റെ കൂടെ നിന്നാ നിന്നെ ഞാൻ രാജാവാക്കാന്ന് പറഞ്ഞത് വെറും വാക്കല്ല. ഇത്രയൊക്കെ എത്തിക്കാമെങ്കിൽ എനിക്കത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിന്റെ ഈ 2 വഞ്ചി കാല് ചവിട്ടിയുള്ള പരിപാടി ഉണ്ടല്ലോ, അതായത് എന്റെ ഒപ്പം നീ നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ നടത്തും. സത്യഭാമയുടെ വീടിന്റെ നാഥനായി അവിടുത്തെ രാജാവായി നിന്നെ ഞാൻ വാഴിക്കും. നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇപ്പൊ എനിക്ക് വാക്ക് തരണം. എന്താ, തയ്യാറല്ലേ? ഇനിയൊരു മടക്കം നിനക്ക് സാധ്യമാവൂ? കൊള്ളാം. പറയുന്നത് കാര്യങ്ങൾ നടത്തി ശീലമുള്ള സുസ്മിതയാ. അതുകൊണ്ട് രാജാവിന്റെ പടച്ചട്ട നീ ഒരെണ്ണം തയ്പ്പിച്ചോ? രോഹിത്തെ, ഇനി നീ തന്നെ അവിടുത്തെ രാജാവ്. വാരാ കേട്ടാ, ഇറങ്ങ്. വാരാ കേട്ടാ. എത്രയാ? 100. രാഘവേട്ടൻ വരൂ. ഭാമേ, നമ്മളെന്താ ഇവിടെ? നമ്മളിനി ഇവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ മോൻ? അവന്റെ ഭാര്യയില്ലേ, ഭാര്യ വീട്ടുകാരില്ലേ, ആരുമില്ലാത്തത് നമുക്കല്ലേ. ഇവിടെ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കഴിയുന്നവര്. അവർക്ക് നമുക്ക് ആരെങ്കിലുമൊക്കെ ആകാം. അതുപോലെ രാഘവേട്ട. ഇതൊക്കെ എപ്പോഴാ ഭാമേ നീ ഏർപ്പാടാക്കിയത്? എന്നോടൊരു വാക്ക് പോലും പറയുന്നില്ലല്ലോ. എന്റെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും രാഘവേട്ടൻ എതിരു പറയില്ലെന്ന് എനിക്കറിയാം. രാഘവേട്ട,
ഇതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നിന്റെ തീരുമാനങ്ങളൊക്കെ തെറ്റുന്നുണ്ടല്ലോ ഭാമേ. അതിന്റെ ആദ്യത്തെ തെളിവാ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. രാഘവേട്ട, പക്ഷെ ഇതങ്ങനെയല്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ഏർപ്പാടാക്കിയതാ. നമുക്ക് രണ്ടുപേർക്കും കഴിയാനുള്ള പണവും അടച്ചു. ഇനി സെക്രട്ടറി വന്ന് നമുക്കുള്ള മുറി കാണിച്ചു തന്നാ മതി. പക്ഷേ നമ്മുടെ മോനോട് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ ഭാമേ ഇത്? അവനെന്തറിയുമ്പോ ഒരുപാട് സങ്കടപ്പെടില്ലേ? അത് കുറെ കഴിയുമ്പം മാറിക്കോളും. അവൻ ജീവിക്കട്ടെ, സ്വസ്ഥമായി സുഖമായിട്ട് അവൻ ജീവിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ കഴിയാം. ഭാമേ, രാഘവട്ടം വരൂ. വാ രാഘവേട്ട, വാ. അധിക നേരമായോ വന്നിട്ട്? ഇല്ല, ഒരു 15 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഞാനൊന്ന് കാണാൻ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ രാഘവൻ നായർ. ഭാമ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അന്ന് വാങ്ങിയ പണമാ. ഇതിനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കൊരു മകനും മകളും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അന്ന് പണം അടയ്ക്കാൻ വന്നപ്പോ പറഞ്ഞതാണല്ലോ. ശരിയാണ്, അന്ന് പറഞ്ഞതാ. പക്ഷേ അന്ന് ഈ പ്രോബ്ലം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിംഗിലാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അല്ല, ഞാൻ വേറൊരു വീട് അന്വേഷിച്ച് തന്നാ മതിയോ? എന്നാലും അതിനും ഒരു 2-3 ദിവസം പിടിക്കും. രാഘവേട്ട, സാറിന് സങ്കടമായെന്ന് തോന്നുന്നു. ഇവിടെ താമസം ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാ വന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ നടക്കില്ല. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരി, നടക്കില്ലെങ്കിൽ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.